ക്യാൻസറിന് പോലും ഇവിടെ ചികിത്സയുണ്ട്. മാറാരോഗങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, പണം കൈവശമുണ്ടെങ്കിൽ അത് ചികിത്സിച്ചു തരാമെന്ന് ഉറപ്പ് നൽകും. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കേട്ട് ജിന്നുമ്മമാരുടെ വലയിൽ വീഴുന്നത് നിരവധി ആളുകളാണ്. ഇങ്ങനെയുള്ള ഒരു വാഗ്ദാനത്തിന്റെ പേരിലായിരുന്നു കേരളത്തിലെ ഒരു യുവാവ് ജിന്നുമ്മയുടെ ചികിത്സയ്ക്കിടെ മരണപ്പെട്ടു പോകുന്നത്. ഒടുവിൽ അത് വലിയ വിവാദമാവുകയും ജിന്നുമ്മയെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ പബ്ലിക് കേരളയെ തേടി നിരവധി തവണ വന്നിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൈവശമില്ലാതെ എങ്ങനെ ഇവരെ വേട്ടയാടുമെന്ന് ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് ഒരു ഒളിക്യാമറ ഓപ്പറേഷൻ നടത്താനും ഓപ്പറേഷൻ ഗോഡ് എന്ന് ആ ഒളിക്യാമറ ഓപ്പറേഷന് പേര് നൽകാനും ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചുള്ള ഒരു ജിന്നുമ്മയെ തേടി ഞങ്ങൾ യാത്ര തിരിച്ചു. കാഞ്ഞങ്ങാട്ട് ജിന്നുമ്മയുടെ വീട് തേടി ഒരുപാടൊന്നും ഞങ്ങൾക്ക് അലിയേണ്ടി വന്നില്ല. എല്ലാവർക്കും പരിചിതമായ മുഖം. ഞങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു പോയി, ഇനി വല്ല കഴിവും ജിന്നുമ്മയുടെ കയ്യിൽ ഉണ്ടോ എന്ന് പോലും. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു. രണ്ട് യുവാക്കൾ പറഞ്ഞു തന്ന വഴിയിലൂടെ ജിന്നുമ്മയെ കാണാൻ ഞങ്ങളെത്തി. പുറത്തു വാഹനം നിർത്തിയതിനു ശേഷം നടന്നുകൊണ്ട് ജിന്നുമ്മയുടെ വീടിനടുത്തേക്ക് ഞങ്ങൾ ചെന്നു. ഇരുനില വീടിന് മുന്നിൽ വൃദ്ധയായ ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടു. ഗൗരവത്തോടെയായിരുന്നു ആ സ്ത്രീ ഞങ്ങളോട് കാര്യങ്ങൾ തിരക്കിയത്. ഒടുവിൽ ഞങ്ങളോട് അകത്ത് കയറിയിരിക്കാനും ആവശ്യപ്പെട്ടു. ജിന്നുമ്മയുടെ റൂമിൽ കയറിയിരുന്ന ഞങ്ങൾ ചുറ്റുപാടും കണ്ടൊന്ന് ഞെട്ടിപ്പോയി. ഒടുവിൽ ഒരു ശബ്ദത്തോടു കൂടി ജിന്നുമ്മ റൂമിൽ കയറിയിരുന്നു. കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു. പബ്ലിക് കേരളയുടെ മീഡിയ എഡിറ്ററിനെ കാണാനില്ല എന്നായിരുന്നു ഞങ്ങൾ അവരോട് പറഞ്ഞത്. എന്നാൽ ആ സമയം മീഡിയ എഡിറ്റർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എല്ലാം അറിയാമെന്ന ഭാവത്തിൽ ജിന്നുമ്മ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കല്യാണം കഴിച്ചതാ? കല്യാണം എന്നതിൽ പോരാ, കല്യാണം കഴിക്കാൻ കാരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടെ ഒരു കുടുംബമുണ്ട്. ഇങ്ങോട്ടേക്കിനി വരുന്നത് ഒന്നുമില്ല. എനിക്ക് ഈ കുട്ടിക്ക് പോലെ ഉമ്മ ഉപ്പ എന്നതിൽ യാതൊരു ബന്ധവും ഇല്ല, നിലവിലില്ല. ഇല്ല, എന്തെങ്കിലും അതിന്റെ വയറിലെന്തോ കൈവശം പോലെ എന്തോ സാധനം കടത്തി വിട്ടിട്ട് തല ഒരു ക്ലിയറിലാക്കി കൊടുത്തിട്ട് ആരുമില്ല. അവർക്ക് ഈ പറയപ്പെട്ട നാടുകൾ നാടിൽ അതിലുള്ള ആളുകളോ ഒന്നുമില്ല. ഓൻ്റെതായ ഇപ്പോഴത്തെ ലോകം മാത്രം. പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ, ആളെന്ന് വെച്ചിട്ടൊന്നുമില്ല. വേറെ ചതിയിലൊന്നും പെട്ടില്ല. പക്ഷെ ഇവനാണ് ഈ ജോലിക്ക് പോയപ്പോൾ ഒരു സ്ഥിരപ്പെട്ട ജോലിയൊന്നും ചെയ്തിട്ടില്ല കുട്ടി. ഇനി ഈ പറയുമ്പോൾ സെറ്റിൽ പോലും ഇല്ല. ഇങ്ങനെ സാധാരണ ഇപ്പൊ പുള്ളന്മാരിലൊക്കെ ചരക്ക് കടയിൽ, മറ്റേ ജ്യൂസ് കടയിൽ, പിന്നെ ഈ ഇതെല്ലാം വിൽക്കുന്നില്ല, ബിസ്ക്കറ്റ് ഇങ്ങനത്തെല്ലാം, കാപ്പി വള്ളകേറ്റല്ലേ, അതൊരു അങ്ങനത്തെ പണിയെടുത്തു. ഒരു സ്ഥിരപ്പെട്ട ഒരു പണിയോ ഈ ഓനിപ്പ് കിട്ടുന്ന ഞാൻ ബംഗളൂർ വെറും ഒറിജിനൽ കളവാണ്. ഒരു സംഭവമേ ഇല്ല. അവന്റെ പേരേ ഇല്ല. ഇവൻ ബംഗളൂർ പോയിട്ടേ ഇല്ല. ആ നാട് ഒരു സെറ്റ് അകത്ത് ബംഗളൂർ കച്ചവടം വെച്ച് കാണുന്നില്ല. ഉള്ളത് ആ ഭാഗത്ത് തന്നെ. ഇത് കൊല്ലം. ആ കൊല്ലം വലത് ആ ഭാഗത്ത് തന്നെ. ആ ഭാഗത്ത് പരിപാടി പോയിട്ടാ. അത് ഇങ്ങനെ പൈച്ചാലും പൊളിച്ചാലും കിട്ടുന്ന കൊല്ലമില്ലേ ഈ മാറിയിട്ട്. ഞാൻ ഇവന്റെ ഉമ്മാനൊന്ന് കൊണ്ടുവരട്ടെ ഇവിടെ. ആയിക്കോട്ടെ, നാളെ ഞാൻ കൊണ്ടുവരാം. ആ കാരണം ഞാൻ അറിയോ, എത്ര ദൂരം വരെയും അള്ളാഹുവിന്റെ പതിന് വേണ്ടി വിളിക്കലുണ്ട്, മകന്മാരെ വിളിപ്പിക്കലുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെറുതായി ഓതനപോലെ കുടിക്കണമെങ്കിലും, പക്ഷെ ഇതിനെ അടുത്താലും ഈ ഉപ്പ അടുപ്പിക്കില്ലാന്ന്. ഉപ്പ ഒരു സൈസ്. അവനിപ്പോൾ കൊല്ലത്താണുള്ളതെന്നും ബംഗളൂർ കേന്ദ്രീകരിച്ച് ഒരു വ്യവസായം നടത്തുകയാണെന്നും ജിന്നുമ്മ പറഞ്ഞു. മാത്രവുമല്ല അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്നും ജിന്നുമ്മ പറഞ്ഞു. തിരിച്ചു കിട്ടാൻ എന്താണ് വഴിയുള്ളത് എന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് ജിന്നുമ്മയ്ക്ക് ഉത്തരമുണ്ടായി. കാണാതായി എന്ന് ഞങ്ങൾ പറഞ്ഞ പബ്ലിക് കേരളയുടെ ന്യൂസ് എഡിറ്ററിന്റെ മാതാവും പിതാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരണമെന്നും നിലവിലുള്ള വീട് പൊളിച്ച് പണിയണമെന്നുമായിരുന്നു ജിന്നുമ്മയുടെ മറുപടി. ഇത് കേട്ട ഞങ്ങളുടെ എഡിറ്റർ 10 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ പിതാവിനെ ആലോചിക്കുകയുണ്ടായി. ഇതൊക്കെ ശരിയാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചിലവ് വരും? ജിന്നുമ്മയുടെ മറുപടി ഉടൻ തന്നെ എത്തി. 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ വന്നേക്കാം. ആ കാര്യം പിന്നെ ചർച്ച ചെയ്യാമെന്നും ജിന്നുമ്മ പറഞ്ഞു. കാണാതായ ന്യൂസ് എഡിറ്ററിന്റെ മാതാവിനെയും കൂട്ടി നാളെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തടി തപ്പി. നമുക്കിപ്പോ വേണമെന്നതല്ല വിഷയം.
നീ എൻ്റെ അടുത്തൊക്കെ ഒരു വിഷയം കൊണ്ട് വന്നാൽ ആ വിഷയത്തിന്റെ ഒരു ഉൾഭാഗം എന്നെ കൊണ്ട് എത്ര കൊണ്ട് തീർക്കാൻ പറ്റും, എത്ര കൊണ്ട് എടുക്കാൻ പറ്റും, എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും. നീ വയ്യ പിന്നെ എനിക്ക് പൊതിക്കാൻ പറ്റുന്ന വലിയൊരു വെയിറ്റിന്റെ തലയിൽ വെച്ച് അത് ചെയ്യും. എന്നെ കൂട്ടാൻ ആ വെയിറ്റ് പൊതിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അതിന്റെ പേര് ഞാൻ പറഞ്ഞ മോനെ ഞാൻ ഇത്രയും ശരിയാക്കി തന്നെ എനിക്ക് 1 ലക്ഷം രൂപ താ മോനെ ഇതൊന്നും പിടിച്ചല്ലടാ. ഈ പൈസ ഒന്നും ഒന്നും അല്ലടാ, നമ്മുടെ ഇജ്ജത്ത്, നമ്മുടെ ഈമാൻ, അവിടെയാണ് പ്രത്യേകത. പറഞ്ഞവരുണ്ടായിട്ടുള്ളൂ. നിന്റെ ഒരു 10,000 ഒരു 50,000 കൂടി തൂക്കുക മുട്ടില്ല കുട്ടെ. നമ്മുടെ ഒരു പൈസക്ക് തന്നെ ആക്കിട്ട് ഇരിക്കുന്നല്ല കുട്ടെ. കാണിച്ച പൈസ സംവിധാനമല്ല നീ. അല്ല എന്നെങ്കിലും അത് നമുക്ക് ആലോചിക്കാം, അത് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ നീ ആദ്യം വന്നതിൽ ഫസ്റ്റ് സ്റ്റേജിലാണ് കുടുങ്ങിയുള്ളത്. നിന്റെ ആ ഫസ്റ്റ് സ്റ്റേജിൽ ആ ലെവലിന് 2ാമത്തെ സ്റ്റേജിൽ നടക്കേണ്ട എന്റെ വെളിപ്പെട്ടതാണ്. അത് ഞാൻ നോക്കട്ടെ എത്ര കണ്ട് സക്സസ് ആവും, നമുക്ക് അതിലേക്ക് പ്രതിഫലവും പരിഹാരവും കാണാൻ പറ്റുമോ. ഇയാൾ ഇരുന്ന സ്ഥലം ശരിയില്ല. ഈ മനുഷ്യന്റെ ഇവരിപ്പോ താമസിക്കുന്ന സ്ഥലം പോരാ, സമാധാനം കിട്ടൂലതിന്റെ അകത്തുനിന്ന്. അവിടുന്ന് മാറണോ? അല്ലെ മാറുന്നത് മാറാത്ത ലക്ഷം. അവിടെ മനസമാധാനം ഇല്ലാത്ത വീടും സ്ഥലമാണിത്. ഇത്തരക്കാരുടെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഓപ്പറേഷൻ ഗോഡിന്റെ അടുത്ത എപ്പിസോഡ് ഉടൻ നിങ്ങൾക്ക് മുന്നിലെത്തും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.